സോ ഹേ ഗൈസ്, അങ്ങനെ എൻ്റെ സാംസങ് ഗാലക്സി S21 FEയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാതിരിക്കുകയെന്ന്. ആ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അന്ന് രാത്രി ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, രാത്രി 8 മണിക്ക്. പിന്നെ 9 മണിക്കൊന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫോൺ പിടിച്ചപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു, നല്ല ചൂട്. അപ്പോൾ ഞാൻ സ്ക്രീനൊന്ന് ഓണാക്കി നോക്കിയപ്പോൾ അവിടെ കാണാൻ കിട്ടിയത് ഗ്രീൻ ലൈനാണ്. ഒരു സിംഗിൾ ഗ്രീൻ ലൈൻ ആണ് കാണാൻ കിട്ടിയത് ആദ്യം. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്രീൻ ലൈൻ നിങ്ങൾക്ക് കാണാനുണ്ടാവും. അത് പിറ്റേ ദിവസമാണ് ഈ രണ്ടാമത്തെ ഗ്രീൻ ലൈന് വന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലായി, എത്ര സൂക്ഷിച്ച് വെച്ചാലും ഗ്രീൻ ലൈൻ വരേണ്ടത് വരും. എന്നിട്ട് ഞാൻ പോയിട്ട് പിറ്റേ ദിവസം സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഫോൺ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഈ സിം സ്ലോട്ട് ഉണ്ടല്ലോ, ആ സിം സ്ലോട്ടിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് കാണാണ്ട്. അതുകൊണ്ട് അവർ താഴത്ത് വീണിട്ടുണ്ടോ ചോദിച്ചു. ഫോൺ താഴത്ത് വീണിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നുമല്ല, ഈ ഫോൺ മേടിച്ചപ്പോൾ വീണതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സ്ക്രീൻ റീപ്ലേസിനെ നിങ്ങൾ പേ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അധികം ആർഗ്യൂ ചെയ്യാൻ പോയില്ല. എൻ്റെ സിം ട്രേയുടെ അവിടെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. അഥവാ ഫ്രീ റീപ്ലേസ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത്രയും മിൻറ്റ് കണ്ടീഷനിലായിരിക്കണം നിങ്ങളുടെ ഫോണ്, എന്നാലാണ് അവർ ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുള്ളൂ. പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിളിലും കുറേ വായിക്കാൻ കിട്ടി. എനിക്ക് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ തന്നെ മാറുന്നതായിരിക്കും. എനിക്കങ്ങനെ തോന്നണില്ല. കുറേ യൂസേഴ്സ് അങ്ങനെ പറയുന്നുണ്ട് ഇതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. എന്നാലും കുറേ യൂസേഴ്സ് പറയുന്നുണ്ട് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഈ ഗ്രീൻ ലൈനൊക്കെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും 1UI 7 അപ്ഡേറ്റ് ഇപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരേണ്ടതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഗ്രീൻ ലൈൻ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ പറയാം, അപ്ഡേറ്റ് വീഡിയോയിൽ. അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഗ്രീൻ ലൈന് ഫോണിൽ നിന്ന് പോകണുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ പോവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് ഇതിൻ്റെ സ്ക്രീൻ റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഒരു 3000-2000 റുപ്പീസിന് സംതിങ്. അപ്പോൾ എന്തായാലും ആംബ്ലെറ്റ് സ്ക്രീനൊന്നും നമുക്ക് കിട്ടില്ല, ഒരു LCD സ്ക്രീനാവും കിട്ടുക, ഒരു ചീപ്പ് ക്വാളിറ്റി ഓഫ് LCD സ്ക്രീന്. അതിൽ ചിലപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വരും. എനിക്കിപ്പോൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരു ചെറുതായിട്ടൊരു പേടിയാണ്. എൻ്റെ പരിചയത്തിൽ തന്നെ എത്ര ആൾക്കാർ സാംസങ് മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ അവരൊക്കെ സാംസങ്ങിൽ ഗ്രീൻ ലൈൻ വന്നിട്ട് ഇപ്പോൾ അവരൊക്കെ ചിലർ OnePlusലേക്ക് പോയി, ചിലർ മോട്ടോറോളയിലേക്ക് പോയി, ചിലർ വിവോയിലേക്ക് പോയി. ഇപ്പോൾ ആരും സാംസങ് ധൈര്യമായിട്ട് മേടിക്കണില്ല, അതാണ് സത്യം. 1UI 7 അപ്ഡേറ്റ് വരട്ടെ, എന്നിട്ടൊന്ന് അപ്ഡേറ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്തായാലും S21 FEയുടെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ. എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്, ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി വല്ലതും ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും 1UI 7 അപ്ഡേറ്റ് വന്നതിന് ശേഷം. പിന്നെ ഈ ഗ്രീൻ ലൈൻ പോയില്ലയോ എന്നൊക്കെ അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.